വാർത്തയിലേക്ക് പോകുന്നു. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ അന്വേഷണം നടക്കുന്നതിനിടയിൽ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിനെതിരെ വീണ്ടും അന്വേഷണം. 65 എൻക്വയറിക്ക് ഉത്തരവിട്ട് അന്വേഷണ വകുപ്പ്, സഹകരണ വകുപ്പ് സായാഹ്ന ശാഖയിൽ നിന്നും അനധികൃതമായി വായ്പ പുതുക്കി നൽകിയതിലാണ് അന്വേഷണം. വിൽപ്പന നടത്തിയ ഭൂമിക്ക് മേൽ വായ്പ അനുവദിച്ചു നൽകി എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അന്വേഷണം. 1 വർഷ കാലാവധിയുള്ള വായ്പ 2014 മുതൽ 2020 വരെ പുതുക്കി നൽകിയത് ഭരണസമിതി തീരുമാനമില്ലാതെയാണെന്നും കണ്ടെത്തൽ. ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. വിവരങ്ങളുമായി രതീഷ് വാസുവിനുണ്ട്. രതീഷ്, നിലവിലെ നിയമനവുമായി ബന്ധപ്പെട്ട 3 കേസുകൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നതിനിടയിലാണ് പുതിയ വെളിപ്പെടുത്തലുകൾ, കണ്ടെത്തലുകൾ, പരാതികൾ വരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? വിവരങ്ങൾ. സേതുലക്ഷ്മി, തീർച്ചയായും ബാങ്ക് അഴിമതി, നിയമന അഴിമതി മാത്രമല്ല, വായ്പ തട്ടിപ്പും വായ്പ ദുരുപയോഗപ്പെടുത്തലും ഒക്കെ ഈ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് ഉണ്ട് എന്നതാണ് കൂടുതൽ തെളിവുകളാണ് ഓരോ ദിവസവും വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് 5 സഹകരണ ബാങ്കുകൾക്ക് 66 എൻക്വയറി നടത്താൻ സഹകരണ വകുപ്പ് തീരുമാനിച്ചത്. അതിനെ തുടർന്ന് ഒരു ദിവസം ബാക്കി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ 65 എൻക്വയറി. അത് ഏറെ വിവാദമായ ബത്തേരി അർബൻ ബാങ്കിലെ സായാഹ്ന ശാഖയിലെ ചില വായ്പയുമായി ബന്ധപ്പെട്ടാണ്. ഈടുവച്ച വായ്പയ്ക്ക്, ഈടുവച്ച ഭൂമിക്ക് തന്നെ വീണ്ടും തുടർച്ചയായി വായ്പ നൽകുകയും വലിയ തുകയ്ക്ക് വായ്പ നൽകുകയും ചെയ്യുന്ന സാഹചര്യം. മാത്രവുമല്ല, ബാങ്കിൽ ഈടുവച്ച ഭൂമി വിൽപ്പന നടത്തുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ വലിയ അഴിമതിക്ക് ഒരു സംഘം ബാങ്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 65 പരിശോധന ബാങ്കിൻ്റെ അംഗീകാരം പോലും റദ്ദാക്കുന്ന തരത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ വലിയ ആശങ്ക ഈ ഉപഭോക്താക്കളായുള്ള അവിടുത്തെ അംഗങ്ങളായ ആളുകൾക്കുണ്ട്. കാരണം 1 വർഷം കാലാവധിയുള്ള വായ്പയാണ് 2014 ഒരു ബത്തേരി സ്വദേശിയായ ഒരു ടെക്സ്റ്റൈൽസ് ഉടമ എടുത്തത്. അത് 2020 വരെ അത് നിർബാധം പുതുക്കി നൽകിക്കൊണ്ടിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആ സായന ശാഖയിലെ ജീവനക്കാരുടെ ഒത്താശയോടുകൂടിയാണ് ആ മാനേജർ മാത്രം അത് തീരുമാനിച്ചത്. അതുമാത്രമല്ല, അസൽ പ്രമാണങ്ങളും അടിയാധാരവും ഒക്കെ തന്നെ ബാങ്കിലിരിക്കുന്ന സാഹചര്യത്തിൽ ഈ 2013-14 വർഷങ്ങളിൽ ഈ സ്ഥലം പല വ്യക്തികൾക്കായി വിൽപ്പന നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ആ വിൽപ്പന നടത്തിയ ഭൂമിക്കാണ് ഏറെ രസകരമായത്. ആ വിൽപ്പന നടത്തിയ ഭൂമിക്കാണ് 2020 വരെ, 14 മുതൽ 20 വരെ വായ്പ പുതുക്കി നൽകിയതെന്ന വളരെ കൗതുകകരമായ സംഗതി കൂടിയുണ്ട്. അതായത് വായ്പ പുതുക്കി നൽകാൻ നിയമാനുസൃതമായ രേഖകളൊന്നും തന്നെ വാങ്ങാതെ തന്നെ ഒരു വ്യവസ്ഥയുമില്ലാതെ ഇത് പുതുക്കി നൽകുകയായിരുന്നു ആ ബാങ്ക് സായാഹ്ന ശാഖയിൽ ഉദ്യോഗസ്ഥരും മാനേജറും എന്നാണ് മനസ്സിലാവുന്നത്. ഇത് സംബന്ധിച്ച് 3 കാര്യങ്ങളാണ് ഇപ്പോൾ 65 എൻക്വയറിയിൽ ഉണ്ടാവുക. വായ്പ പുതുക്കി നൽകിയതിനെ സംബന്ധിച്ച് ഭരണസമിതി തീരുമാനം കൈക്കൊള്ളാതെ എങ്ങനെ ഇത് സംഭവിച്ചു? ഭരണസമിതി തീരുമാനമില്ലാതെ ബത്തേരി സായാഹ്ന ശാഖയിലെ ആ കാലയളവിലെ ജീവനക്കാരുടെ ശുപാർശയോടെ ബാങ്ക് മാനേജറാണ് പുതുക്കി നൽകിയത്. വസ്തുവിൻ്റെ അസൽ പ്രമാണങ്ങളും അടിയാധാരങ്ങളും ബാങ്കിലിരിക്കെ എങ്ങനെയാണ് ഇത് പുതുക്കി നൽകിയത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുക. സ്വാഭാവികമായും ഈ വിൽപ്പന നടത്തിയ ഭൂമിക്ക് മേൽ ഇത്ര വലിയ തുക ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ വായ്പ എടുത്ത ആൾ മരണപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ വായ്പ തിരിച്ചടവ് വരുന്നില്ല. അത്തരം വലിയ ബാധ്യത, കോടിക്കണക്കിന് ബാധ്യത ഈ ബാങ്കിന് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായി. എന്തിനാണ് ഇത്തരത്തിൽ അനധികൃതമായി ലോൺ കൊടുത്തത്? ആരാണ് ഇതിൻ്റെ പിന്നിൽ? ആരുടെ ശുപാർശ കാരണമാണ് ഇത് കൊടുത്തത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ 65 എൻക്വയറിയിൽ വരും. സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് വരിക എന്നതാണ് മനസ്സിലാവുന്നത്. ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷം ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിട്ട മുൻകാല അനുഭവങ്ങൾ ബത്തേരിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാർഷിക വികസന ബാങ്ക് ആദ്യഘട്ടത്തിൽ ഒരു തവണ ഭരണസമിതി പിരിച്ചുവിട്ടത് ഇത്തരത്തിൽ പലതരത്തിൽ വായ്പകൾ അനധികൃതമായി നൽകിയതിൻ്റെ പേരിൽ തന്നെയായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലേക്ക് വളരെ കാലം പഴക്കമുള്ള അർബൻ ബാങ്കും എത്തുമോ എന്ന ആശങ്ക ഇപ്പോൾ അംഗങ്ങൾക്കുണ്ട്. എന്തായാലും 65 എൻക്വയറി വളരെ നിർണായകമാണ് അർബൻ ബാങ്കിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിൽക്കുമ്പോൾ, വലിയ പരിശോധനകൾ നടക്കുമ്പോൾ നിയമനക്കോഴ ഉൾപ്പെടെ വലിയ വിവാദമായ സാഹചര്യത്തിൽ ഈ 65 എൻക്വയറി അർബൻ ബാങ്കിനെ സംബന്ധിച്ച് നിർണായകമാണ്. വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ തന്നെ ബാങ്കിനെതിരെയുള്ളത്. 65 എൻക്വയറി വന്നു കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തമായ രീതിയിൽ ബാങ്കിനെ പ്രതിരോധിക്കാൻ തരത്തിൽ നിയമപരമായ വശങ്ങൾ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് സഹകരണ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. 65 എൻക്വയറിയിൽ
ഇത്തരത്തിൽ പോരായ്മ അല്ലെങ്കിൽ ക്രമക്കേടുകൾ കണ്ടുപിടിക്കപ്പെട്ടാൽ ഭരണസമിതി പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് പോലും സഹകരണ വകുപ്പ് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ അർബൻ ബാങ്കിന് ഈ 65 എൻക്വയറി വളരെ നിർണായകമാണ്. ശരി രതീഷ്, ഒരു വ്യവസ്ഥയുമില്ലാതെ വായ്പ പുതുക്കി നൽകി ബാങ്ക് മാനേജർ അടക്കം ക്രമക്കേടിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ, ഗുരുതരമായ കണ്ടെത്തലുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിനെതിരെ 65 എൻക്വയറിക്ക് സഹകരണ വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട് നിന്ന് രതീഷ് വാസുദേവൻ.